കുട്ടികളെ നമസ്കാരം. ബാലോപദേശത്തിലെ ഖണ്ഡം 2 23-ാമത്തെ ശ്ലോകം, അതായത് ആപത്തു കൺകിലതിലെന്തിനു കേണിടുന്നു എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം, അതിൻ്റെ അർത്ഥം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേ ആശയം മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ 25-ാമത്തെ ശ്ലോകത്തിലും. നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ആപത്തിലല്ലധികമാടലിനുള്ള കാലം താപത്തിനന്നു ചിലവാണതു കാരണത്താൽ താപം വരേണ്ടത് അഭിവൃദ്ധിയിലാണ് നാശം പ്രാപിപ്പതന്ന നിജപുണ്യഗണത്തിനല്ലോ. അധികം ആടലിനുള്ള കാലം ആപത്തിൽ അല്ല, താപത്തിന് അന്ന് ചെലവാണ്. അത് കാരണത്താൽ താപം വരേണ്ടത് അഭിവൃദ്ധിയിൽ ആണ്. അന്ന് നാശം പ്രാപിപ്പത് നിജ പുണ്യഗണത്തിനല്ലോ എന്നാണ് ഇതിൻ്റെ അന്വയം. അധികം ആടലിന് ഉള്ള കാലം, അതായത് ആപത്തിൽ അല്ല. കൂടുതൽ മനസ്സിന് ഇളക്കം അഥവാ ആട്ടം, ഉത്കണ്ഠ ഒക്കെ വരേണ്ടത് ആപത്തിൽ അല്ല, വിഷമം പിടിച്ച കാലത്തല്ല ദുഃഖിക്കേണ്ടത് എന്നാണ് കവി പറയുന്നത്. കാരണം അന്ന് താപത്തിന്, അതായത് പാപത്തിന് ചിലവാണ്. പാപം ഇല്ലാതെയാവുന്ന കാലമാണ്. കാരണം നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈശ്വര വിശ്വാസം മറ്റും കൂടുതലായി ഉണ്ടാവുന്നത് ആപത്ത് കാലത്താണ്. അതിനാൽ താപവും പാപവും എല്ലാം കുറയുന്ന കാലമാണ് അത് എന്ന് ചുരുക്കം. അതിൽ എന്താ പരിഭ്രമിക്കാനുള്ളത്? ഒട്ടും അതിൻ്റെ ആവശ്യമില്ല. അതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എന്നാൽ താപം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ വിഷമം വരേണ്ടത് അഭിവൃദ്ധി വരുന്ന സമയത്താണെന്നർത്ഥം. കാരണം അഭിവൃദ്ധിയിൽ ഭോഗവാസന കൂടും, അതുപോലെ ഈശ്വര വിശ്വാസം കുറയുകയും ചെയ്യും. അതിനാൽ അക്കാലത്ത് അവനവൻ്റെ പുണ്യങ്ങളെല്ലാം നശിക്കുന്ന സമയമാണ്. അതിനാൽ സമ്പത്ത് കാലത്താണ് അധികം മനസ്സിരുത്തേണ്ടത്. കാരണം സുഹൃതം നശിക്കാൻ പോകുന്നത് ആ കാലത്താണ്. അതിന് സാധ്യത കൂടുതലുള്ള സമയമാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ ആപത്ത് വന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. ഈശ്വര വിചാരത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ സമ്പത്ത് വരുത്തുമ്പോഴാണ് അധികം മനസ്സിരുത്തേണ്ടത്. താൻ ആർജിച്ച സുഹൃതങ്ങൾ നശിച്ചു പോകാൻ സാധ്യത കൂടുതലുള്ളത് അക്കാലത്താണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശ്ലോകം വഴി കവി ചെയ്യുന്നത്. ഈ ശ്ലോകത്തിലെ ആശയം 23-ാമത്തെ ആശയവും ഒരേപോലെ ആണ്. ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ ഒരു നക്ഷത്രമാർക്ക്, സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് വേറെ അടിക്കുറിപ്പുകളൊന്നും ഇട്ടിട്ടുമില്ല. ഒരു പക്ഷേ 23-ാം ശ്ലോകത്തിന് ഒരു പാഠഭേദമായിട്ട് എഴുതി വച്ച് എന്ന് കാണിക്കാൻ ഉള്ളൊരു ചിഹ്നം ഇട്ടുവെച്ചതാവാനും വഴിയുണ്ട്. കാരണം ഖണ്ഡം 1 62-ാം ശ്ലോകത്തിൽ അവസാനത്തെ വരിയിൽ അവസാനത്തെ വരിയുടെ തുടക്കത്തിൽ ഒരു സ്റ്റാർ ഇട്ട് അതിനൊരു പാഠഭേദം ഇട്ടിരുന്ന് നമ്മൾ കണ്ടതാണ്. ആ സ്ത്രീജനം നിഷ്ഫലമായി അസംഖ്യം എന്നതിന് പകരം നാസ്തിഹ ഋഷിക്കിള എന്നു വന്നു എന്ന പാഠഭേദം രണ്ടും നമ്മൾ വിവരിക്കേണ്ടായി. അവിടെ ഒരു നക്ഷത്ര ചിഹ്നം ഇട്ടിരുന്നു. അതേപോലെ ഈ പഴയ പുസ്തകങ്ങളിൽ ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ ഒരു നക്ഷത്രമാർക്ക് ഇട്ട് കാണാനുണ്ട്. ചിലപ്പോൾ 23-ന് പകരമായിട്ട് ഇതാവാം എന്ന് എഴുതി വച്ചതാണോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് സാരമില്ല, അത് എന്തോ ആയിക്കോട്ടെ. ഈ രണ്ട് ശ്ലോകങ്ങളും നമുക്ക് പഠിച്ചു വയ്ക്കാം.
അധികസ്യ അധികം ഫലം എന്നുണ്ടല്ലോ. ആപത്തിലധികമാടലിനുള്ള കാലം താപത്തിനന്നു ചിലവാണതു കാരണത്താൽ താപം വരേണ്ടത് അഭിവൃദ്ധിയിലാണ് നാശം പ്രാപിപ്പതെന്ന് നിജപുണ്യഗണത്തിനല്ലോ. കുട്ടികളെ, ഹിരണ്യകശിപുവിനെ കൊന്ന് നരസിംഹം ഇരിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് നരസിംഹമായിട്ടുള്ള അവതരിച്ച സാക്ഷാൽ ഭഗവാൻ പ്രഹ്ലാദനോട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഭോഗത്താൽ സുഹൃതം നശിക്കുമിഹ സൽക്കർമ്മങ്ങളാൽ പാപവും നീ പ്രാപിക്കുമൊടുക്കമെന്നെയും ഇതം ചൊല്ലി ഗമിച്ചാൻ ഹരി. അതായത് ഭോഗം കൊണ്ട് രാജഭോഗം അനുഭവിച്ചോളൂ, രാജാവേ ഇരുന്നോളൂ ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സുഹൃതം നശിക്കും, പക്ഷേ സൽക്കർമ്മങ്ങളാൽ പാപവും നശിക്കും. അപ്പോൾ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഭോഗം ആസ്വദിച്ചുകൊണ്ട് കുറേ കാലം രാജാവായി ഇരുന്നുള്ളൂ. നീ പ്രാപിക്കുമൊടുക്കമെന്നെയും. രണ്ടും സുഹൃതദുഷ്കൃതങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് വരും എന്നൊരിതുണ്ട്. ഇത് തുല്യമായി കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് മുക്തിയുണ്ട്, നീ എന്നെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിട്ടാണ് ഭഗവാൻ പോയതെന്ന്. അതിൻ്റെ ചുരുക്കത്തിൽ ഭോഗം കൊണ്ട് സുഹൃതം നശിക്കും, സൽക്കർമ്മങ്ങളാൽ പാപവും നശിക്കും എന്നുള്ള തത്വമാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ തത്വം മനസ്സിലാക്കി ഈ ശ്ലോകം പഠിച്ചു വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.